ഗൈസ് ഞങ്ങൾ പോകാൻ വേണ്ടി ഒരുങ്ങിട്ടോ കല്യാണത്തിന് പോവാണ്. അങ്ങോട്ട് പോരെ. ഹലോ ഹായ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കിച്ചൂസ് കുറുമ്പി. അപ്പോൾ ഞങ്ങളിതൊരു കല്യാണത്തിന് ഇറങ്ങിയതാണ് കേട്ടോ. ഞാനും കിച്ചുമോളും തത്തയും കൂടെയാണ്. അങ്ങനെ ഫുള്ള് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് ഒന്നുമില്ല. ഞങ്ങളവിടെ ചെന്നൊരു 12 മണിയൊക്കെ ആവാനായപ്പോഴാണ് കേട്ടോ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. നമ്മൾ പട്ടിക്കുട്ടിയെ കൊണ്ടുവന്നില്ലേ, അന്നായിരുന്നു കേട്ടോ. അന്ന് അവനെ നമ്മളവിടെ ഫുഡൊക്കെ കൊടുത്ത് വെച്ചിട്ട് പെട്ടെന്ന് ഉറങ്ങിയായിരുന്നു. അപ്പോൾ എണീക്കുമ്പോഴത്തേക്കും ഇങ്ങോട്ട് തിരിച്ചു വരാമെന്നുള്ളതിനാണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. അവിടെ ചെന്നപ്പോൾ ഫുഡ് കഴിച്ചിട്ട് കുറച്ച് സമയം കൂടി ഞങ്ങൾക്ക് അവിടെ നിൽക്കേണ്ടി വന്നു. കാരണം ചെക്കനും പെണ്ണും എത്തിയിട്ടുണ്ടായിരുന്നില്ല. കല്യാണത്തിന് പോയ ചെക്കനെയും പെണ്ണിനെയും കാണണമല്ലോ അല്ലേ. പിന്നെ നമ്മളെല്ലാം പരിചയക്കാരല്ല, എല്ലാവരോടും കുറേ നേരം സംസാരിച്ച് അങ്ങനെ നിന്ന് ഞങ്ങൾ അരമണിക്കൂർ എന്നുള്ളത് ഒരു 1.5-2 മണിക്കൂറോളം അവിടെ ഞങ്ങൾക്ക് നിൽക്കേണ്ടി വന്നു കേട്ടോ. പിന്നെ അവരെയൊക്കെ കണ്ട് പിന്നെ ഞങ്ങൾ കുറച്ച് നേരം എല്ലാവരോടും വർത്താനൊക്കെ പറഞ്ഞ് നിന്ന് അങ്ങനെ കുറേ നേരം സംസാരിച്ച് നിന്നിട്ട് പിന്നെ ഞങ്ങൾ തിരിച്ച് വരികയാണ് കേട്ടോ. അപ്പോൾ തിരിച്ച് വരുന്ന വഴിക്ക് നമ്മൾ പകുതി വഴിയിലെത്തിയപ്പോഴത്തേക്കും നല്ല മഴ എന്ന് പറഞ്ഞാൽ നല്ല മഴ, ആകെ നനഞ്ഞു കേട്ടോ. കിച്ചുമ്പോളും തത്തിയൊക്കെ നനഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർ വേഗം വന്ന പാടെ ഡ്രസ്സ് മാറ്റാൻ വേണ്ടിയിട്ട് അകത്തേക്ക് ഓടിയിട്ടോ. പട്ടുപാവാടയൊക്കെ രണ്ടാളും ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്താ പറയുക, ഞാൻ അകത്തേക്ക് കയറിയിട്ടില്ല, അതിന് മുന്നേ ഞാൻ ഇങ്ങനെ വീഡിയോ എടുത്തതാട്ടോ. ഞങ്ങൾ ആ മഴയൊക്കെ കൊണ്ടും ചെയ്തു. പക്ഷേ വീടിൻ്റെ അകത്തേക്ക് വന്ന് കയറിയപ്പോഴത്തേക്കും മഴ നിൽക്കുകയും ചെയ്തു കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും നല്ല മഴ തുടങ്ങി. ഇനിയിപ്പോൾ അങ്ങനെ തന്നെ ആയിരിക്കുമല്ലേ, ഒരു ബ്രേക്ക് പിന്നെ മഴ, അങ്ങനെ തന്നെ ആയിരിക്കും. 2 മഴ പെയ്താൽ നമുക്ക് പിന്നെ മതിയാവും അല്ലേ. ഇതുവരെ ഭയങ്കര ചൂടായിരുന്നു, ഒന്ന് മഴ പെയ്തെങ്കിൽ എന്നുള്ളതായിരുന്നു കേട്ടോ. ഇത് ഞങ്ങൾ പിന്നെ പിറ്റേ ദിവസം രാവിലെ ഞാനും കിച്ചുമോളും ഇവിടെ അടുത്ത് തന്നെയാണല്ലോ പുഴ. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് അലക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. കിച്ചുമോളും ഞാനും കൂടെയാണ് പോണത്. അപ്പോൾ വണ്ടി കൊണ്ടല്ലേ പോണേ. അപ്പോൾ നമുക്ക് ബക്കറ്റിൽ ഫ്രണ്ടിൽ ബക്കറ്റ് വെച്ച് പിന്നെ പുറകിലും കൂടെ ബക്കറ്റ് വെച്ചിരിക്കാൻ ബുദ്ധിമുട്ട്. അതുകൊണ്ട് ചാക്കിലവിടെ തുണികളെടുത്ത് കഴുകാനുള്ളത് കുറേ ഉണ്ടായിരുന്നു. കാരണം കഴിഞ്ഞ ദിവസം ഞങ്ങൾ കല്യാണത്തിനൊക്കെ പോയിട്ട് മഴയൊക്കെ നനഞ്ഞ് വന്നപ്പോൾ 3 പേരും ഇട്ട ഡ്രസ്സുകളും പിന്നെ പൊതുവേ സൺഡേസിൽ ലീവാണല്ലോ എന്ന് വിചാരിച്ചിട്ട് സാറ്റർഡേ കഴുകാനുള്ളതൊക്കെ അവിടെ കൂട്ടി വെക്കും കേട്ടോ. അങ്ങനെയാണ് ചെയ്യുക. എന്തായാലും സൺഡേ ലീവാണല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്യും. അപ്പോൾ ഒരുപാട് അലക്കാനുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ചവിട്ടികളുണ്ടായിരുന്നു, എല്ലാം അലക്കാട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ വീട്ടിൽ നിന്ന് അലക്കുമ്പോൾ ഒരുപാട് സമയം എടുക്കും. പിന്നെ ടാങ്ക് നമുക്ക് ഫുള്ളാവണുണ്ടായിരുന്നില്ല. അപ്പോൾ എന്ത് ചെയ്തു, ഞാനും കിച്ചുമോളും കൂടെ പുഴയിൽ പോയി. പുഴ അവിടെ അടുത്താണെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ പോയി. പക്ഷെ നമ്മളെ വീടിൻ്റെ അപ്പുറത്തുള്ള ഇക്ക പറഞ്ഞു, അവിടെ നിന്ന് ആ താത്തയ്ക്കയും പറഞ്ഞു അവിടെ നിന്ന് കഴുകിക്കോട്ടോ, അവിടെ നിന്ന് അലക്കിയാൽ മതി, നിങ്ങൾ പുഴയിലൊന്നും പോകണ്ടെന്നൊക്കെ പറഞ്ഞു. പക്ഷെ നമ്മളെന്ത് ചെയ്തു, പുഴയാകുമ്പോൾ പെട്ടെന്ന് അലക്കിങ്ങോട്ട് തീരുമല്ലോ. അപ്പോൾ നമ്മളെ പൊട്ടിക്കലത്തേക്കാണ് ഒരു പ്രത്യേക ഭംഗിയോടെ വന്നപ്പെട്ടോ. കാരണം കല്ലുകൾ കുറവായിരുന്നു കേട്ടോ അവിടെ. നമ്മളവിടെ കല്ലാണല്ലോ കൂടുതൽ, നല്ല ഭംഗിയുള്ളൊരു സ്ഥലം. ആ ഒരു അലക്കണ അവിടെ മാത്രം ഒരു കല്ലുണ്ടായിരുന്നു, ഒരു പാറ പോലുള്ളൊരു കല്ല് കേട്ടോ. നല്ല ഭംഗി, കാണാൻ തന്നെ നല്ലൊരു ഭംഗി. എന്തായാലും ഇവിടെ ഞങ്ങൾ എന്തായാലും ഇത്രയും അലക്കി തീർന്നപ്പോഴത്തേക്കും വീണ്ടും ഞങ്ങൾ വീട്ടിൽ എത്തിയപ്പോഴത്തേക്കും, അതായത് അലക്കൽ കഴിഞ്ഞപ്പോഴത്തേക്കും ചെറുതായിട്ട് മഴ ഇങ്ങനെ തുള്ളിയിടുന്നുണ്ടായിരുന്നു കേട്ടോ. കിച്ചുമോള് കുളിച്ചു കേട്ടോ അവിടുന്ന്. പിന്നെ ഞങ്ങൾ ചെന്ന സമയത്ത് ആരും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇങ്ങനെ എല്ലാവരും ഒരുപാട് പേര് അലക്കാനും കുളിക്കാനൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് വന്നിട്ട് കയറിയതും വീണ്ടും മഴ പെയ്തു. പിന്നെ എന്താ പറയുക, എല്ലാതും വിരിച്ചിടലും അയലൊക്കെ കുറച്ച് അധികം കെട്ടേണ്ടി വന്നു. കാരണം ആകെ ഉണ്ടായിരുന്ന 2-3 അയലായിരുന്നു. ഡെയിലി നമ്മൾ അലക്കുമ്പോൾ പിന്നെ അത്രയും തോരടാനുണ്ടാവില്ലല്ലോ. 2-3 ദിവസം അലക്കാതിരുന്നാൽ പിന്നെ അയലൊന്നും തികയാതെ വരും. പിന്നെ വേറെ കുറേ അയലൊക്കെ കെട്ടി തുണികളൊക്കെ വിരിച്ചിട്ടു. അപ്പോഴത്തേക്കും ഒരു സമയം ആയിട്ടുണ്ടായിരുന്നു. പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേക്കുള്ള ഫുഡ് ഉണ്ടാക്കണതായിട്ടോ. അപ്പോൾ കിച്ചുമോൾ എന്തൊക്കെയോ വിശന്നിട്ട് എന്ന് പറഞ്ഞ് ബ്രെഡും അതുപോലെ ഒരു മുട്ട ഓംലേറ്റ് ഉണ്ടാക്കിയിട്ട് ടൊമാറ്റോ സോസ് 20 രൂപേൻ്റെ ഒരു പാക്കറ്റിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് എന്തൊക്കെയാണ് ഉണ്ടാക്കണ്ടാവള്. നമ്മൾ മീൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അയില മീൻ. അപ്പോൾ അത് കറി വയ്ക്കാൻ വേണ്ടി നിൽക്കുകയാണ്. ചോറ് ഇരിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ പൂക്കുടുംപാടൊന്ന് പോയിട്ടുണ്ടായിരുന്നു, കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി പോയിരുന്നു. അപ്പോൾ മീനും കൂടെ വാങ്ങിച്ച് വന്നു. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ തത്ത കുറച്ച് ചതയ്ക്കാനുള്ള ചതച്ചും വെച്ചിട്ടുണ്ട്. പിന്നെ അരിയാളതൊക്കെ അവൾ അരിഞ്ഞ് വെച്ച് വന്നു. പിന്നെ ആ മീനൊക്കെ ആ സമയം കൊണ്ട് വേഗം ക്ലീൻ ചെയ്തെടുത്തു. പിന്നെ കുറച്ച് കുടംപുളി ഇട്ടിട്ടാണ് മീൻ കറി വെക്കണത്. കുടംപുളി ഞാൻ പെട്ടെന്ന് അതിൻ്റെ പുളിയൊക്കെ ഇറങ്ങി വരാൻ വേണ്ടിയിട്ട് നല്ല തിളച്ച വെള്ളത്തിലേക്ക് കുടംപുളി ഇട്ടിട്ട് ഒരു 2-3 മിനിറ്റ് ആ കുടംപുളി ഇട്ടിട്ട് ശേഷം ഒന്ന് തിളപ്പിച്ചെടുക്കും. അപ്പോൾ പെട്ടെന്ന് അതിലുള്ള പുളിയൊക്കെ അങ്ങോട്ട് ഇറങ്ങി വരുമല്ലോ. കുടംപുളി ഒന്ന് കഴുകിയതിന് ശേഷം കേട്ടോ.
ഞാനിത് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് കുറച്ച് വാങ്ങിച്ചതാണ് കേട്ടോ. ഒരു 30 രൂപയ്ക്കുള്ള കുടംപുളി വാങ്ങിച്ചതാണ്. ഞാൻ കഴിഞ്ഞ ദിവസം നമ്മളെ ഈ ഒരു ചട്ടിയിൽ മീൻ പീര വെച്ചതാട്ടോ. അപ്പോൾ അതിൻ്റെ അടിഭാഗം ഇങ്ങനെ കരിഞ്ഞു പോയി. പീരയ്ക്ക് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും പറ്റിയിട്ടില്ല, ചട്ടിയുടെ അടി ഇങ്ങനെ കരിഞ്ഞു. പക്ഷെ ഞാനതിങ്ങനെ ഉരച്ചപ്പോൾ അതിൻ്റെ ആ മിനുസായിട്ട് തന്നെ ഇരിക്കണേ, പക്ഷെ അവിടെ ആ ഒരു കളറ് വന്നു. ചട്ടിയുടെ അടി നല്ല മിനുസായിട്ട് തന്നെ ഇരിക്കണേ. അപ്പോൾ ഇത് ഞാൻ വെളിച്ചെണ്ണയ്ക്ക് ഒഴിച്ചു കൊടുത്തു, അതിലേക്ക് ഉലുവ ഇട്ട് കൊടുത്തു. ഉലുവ ഒന്ന് പൊട്ടി വന്നപ്പോഴത്തേക്കും കറിവേപ്പിൻ്റെ ഇലയും അതുപോലെ ഇഞ്ചിയും വെളുത്തുള്ളിയും അരിഞ്ഞു വെച്ചതാണ് കേട്ടോ. അവളിങ്ങനെ കുഞ്ഞിതാക്കിയിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ചേർത്ത് കൊടുത്തു. പിന്നെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയുടെ പേസ്റ്റായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ, അതും കൂടെ അതും ഇട്ട് കൊടുക്കണം. ഇതിൻ്റെ ഒരു പച്ചമണം മാറി വരുമ്പോഴത്തേക്കും ഇതിലേക്കും തക്കാളിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു തക്കാളി കുഞ്ഞിതാക്കിയിട്ട് കട്ട് ചെയ്ത് വെച്ചതാണ് കേട്ടോ. പച്ചമുളക് ചേർക്കണില്ല, ഓൾറെഡി ഇഞ്ചി വെളുത്തുള്ളി നമ്മൾ അരിഞ്ഞിട്ടിട്ടുണ്ട്. പിന്നെ അതിൻ്റെ പേസ്റ്റും കൂടി ചേർക്കുമ്പോഴത്തേക്കും അത്യാവശ്യം എരിവുണ്ടാവും. പിന്നെ നന്നായിട്ട് മുളക് പൊടിയും ചേർക്കുന്നുണ്ട്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മസാലപ്പൊടിയായിട്ട് അത്രേ ചേർക്കുള്ളൂ, മല്ലിപ്പൊടി ഒന്നും ചേർക്കണില്ല കേട്ടോ. ആവശ്യത്തിന് നമ്മൾ ആ കുടംപുളിയുടെ ആ ഒരു വെള്ളം കൂടിയാണ് ചേർക്കുന്നത്, വേറെ വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കണില്ല. വേറെ കറിക്ക് കുറേ കറി വേണമെന്നുള്ളവർക്ക് പിന്നെ എക്സ്ട്രാ കുറച്ച് വെള്ളം കൂടിയാണ് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് അധികം തന്നെ മുളക് പൊടി ഇടുന്നുണ്ട്. ഞാനിവിടെ എരിവിൻ്റെ ആളാണ് കേട്ടോ. എനിക്ക് അത്യാവശ്യം ഇറച്ചി മീനൊക്കെ വയ്ക്കുമ്പോൾ കുറച്ച് എരിവ് വേണം. പിന്നെ ഈ ഒരു മക്കളെ വിചാരിച്ചിട്ടൊക്കെയാണ് കുറച്ച് എരിവ് കുറയ്ക്കുക. കുരുമുളക് പൊടിയൊക്കെ ഉണ്ടെങ്കിൽ ഒന്നുകൂടെ ഇഷ്ടമാണ്. അപ്പോൾ ഇതാ ഞാൻ നേരത്തെ നമ്മുടെ കുടംപുളി തിളപ്പിച്ചിട്ടുള്ള ആ വെള്ളവും കൂടി അങ്ങോട്ട് ചേർത്ത് കൊടുത്തു കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇത് ഞാൻ ചൂട് വെള്ളം തന്നെയാണല്ലോ ഇപ്പോൾ ഈ കറിക്ക് ഒഴിച്ചിട്ടുള്ളത്, അപ്പോൾ പെട്ടെന്ന് തന്നെ തിളച്ച് വരുമല്ലോ. പച്ചവെള്ളത്തിലല്ലല്ലോ കുടംപുളി ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഒന്ന് ജസ്റ്റ് അടച്ചു വെക്കണം, 1-2 ഒരു സെക്കൻഡ് അടച്ചു വയ്ക്കുമ്പോഴത്തേക്കും അത് തിളയ്ക്കും. ഞാൻ ഇട്ട് കൊടുത്തത് പെരുംജീരകത്തിൻ്റെ പൊടിയാണ് കേട്ടോ. അത് ജസ്റ്റ് ഞാൻ വെറുതെ ഒന്ന് ചേർത്ത് കൊടുക്കാൻ എങ്ങനെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് കേട്ടോ. ഞാൻ അങ്ങനെ വലിയ ജീരകം ഒന്നും കറി വെക്കണമെങ്കിൽ ഇതുവരെ ഇട്ട് നോക്കിയിട്ടില്ല. ഞാൻ അങ്ങനെ ഇട്ട് നോക്കിയിട്ടൊന്ന് നോക്കണം എങ്ങനെ ഉണ്ട് അതിൻ്റെ ടേസ്റ്റ് എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ. ഇതൊരു 2-3 അയില ഉണ്ടായിരുന്നു, അതിൽ ഞാൻ ഒരു അയിലയുടെ തലയും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ മക്കൾക്കൊന്നും വലിയ ഇഷ്ടമല്ല, ഞാൻ ജസ്റ്റ് ഇട്ടു എന്നുള്ളൂ. ചിലപ്പോൾ ഇതിന് അങ്ങനെ കറിയുന്നവർ കളയുകയും ചെയ്യും, അങ്ങനെയാണ്. ഇവിടെ മീൻ കറിയൊക്കെ വെച്ചാൽ കറി അതിൻ്റെ ഗ്രേവി ഇഷ്ടമാണ്. ചില സമയത്ത് മീൻ ഇഷ്ടമാവില്ല ആർക്കും, ചിലപ്പോൾ മീൻ ഇഷ്ടമാവുകയും ചെയ്യും, അങ്ങനെയാണ്. ഞാൻ അധികം വത്തൽ മീൻ തന്നെയാണ് വാങ്ങണം. അത് വാങ്ങിയിട്ട് ഫ്രൈ ചെയ്യും, അല്ലെങ്കിൽ പീര വയ്ക്കും, അങ്ങനെ ചെയ്യും. ഇതിൻ്റെ ഇടയിൽ ഒരു പിന്നെ കിളിമീനും കൂടെ കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളെ മീൻകറി അവിടെ കിടന്നാവട്ടെ. പിന്നെ എന്താ എല്ലാവരും വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? ഞങ്ങൾക്കിവിടെ കുഴപ്പമൊന്നുമില്ല, അങ്ങനെ പോണു. പിന്നെ നമ്മുടെ വീഡിയോസൊക്കെ കണ്ട് ലൈക്ക് ചെയ്യും, അതുപോലെ തന്നെ നമ്മളെ സപ്പോർട്ടിങ് ചെയ്യുന്ന എല്ലാവരോടും നന്ദി അറിയിക്കുകയാണ്. തുടർന്ന് ഞങ്ങളുടെ വീഡിയോസൊക്കെ കാണണം. നിങ്ങളുടെ സപ്പോർട്ടിങ് ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഈ വീഡിയോസും ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ കമൻറ്റ് എന്തായാലും അറിയിക്കുകയും വേണം കേട്ടോ. അപ്പോൾ നമ്മുടെ മീൻകറിയൊക്കെ നല്ല തിളച്ച് വരുന്നുണ്ട് കേട്ടോ. കുടംപുളി ഇട്ട് മീൻകറി വെച്ച ഒരു പ്രത്യേക മണമാണല്ലോ അല്ലേ? അപ്പോൾ ഇത് ഇന്ന് വെച്ചിട്ട്, അതായത് തലേദിവസം വെച്ചിട്ട് രാവിലെ എടുക്കുമ്പോൾ ഒന്നും കൂടെ ടേസ്റ്റാണ്. ഇനിയിപ്പോൾ മീൻ ഇഷ്ടമില്ലാത്തവരാണെങ്കിലും അതിൻ്റെ ഗ്രേവി എന്തായാലും കൂട്ടും എന്നുള്ളത് ഉറപ്പാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഉപ്പൊക്കെ ഉണ്ടോ നോക്കുകയാണ്. ഉപ്പ് എനിക്ക് നല്ല പുളി വേണം മീൻ കറിയിൽ, അപ്പോഴാണ് ഒന്നും കൂടി ആ ടേസ്റ്റ് വരിക കേട്ടോ. പ്രത്യേകിച്ച് നമ്മുടെ കുടംപുളി ആകുമ്പോൾ ഒന്നുകൂടെ ടേസ്റ്റ് ആയിരിക്കുമല്ലോ. അപ്പോൾ ഓക്കെ, മീൻ കറി എവിടെ ആവട്ടെ കേട്ടോ. അപ്പോൾ നമ്മൾ മീൻകറിയൊക്കെ ആയതുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഞാൻ രാവിലത്തേക്കുള്ള ദോശയ്ക്കുള്ള മാവ് അരച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പച്ചരി ഉഴുന്നൊക്കെ രാവിലെ വെള്ളത്തിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അരച്ച് അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ചോറ് ഞാൻ നോക്കുമ്പോൾ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ ഇപ്പോൾ ആർക്കെങ്കിലും ചോറ് വേണ്ടി വന്നാൽ, ചോറ് കുറച്ചുള്ള സമയത്ത് എന്തായാലും അത്യാവശ്യമായിരിക്കും, ആർക്കെങ്കിലും നല്ല വിശപ്പുണ്ടാവും, ചോറ് വേണ്ടിയും വരും. അപ്പോൾ ഞാൻ എന്തായാലും കുറച്ച് അരി ഇട്ടിട്ട് ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് തിളപ്പിച്ചിട്ടുണ്ട് റൈസ് കുക്കറിലേക്ക് ഇറക്കി വെച്ചാൽ മതിയല്ലോ. അപ്പോൾ അരിയാട്ടിൽ കഴിഞ്ഞു. അപ്പോൾ ആ വെള്ളം നല്ല തിളച്ച് വരുന്നുണ്ട് കേട്ടോ. പിന്നെ അതിലേക്ക് അരി ഇട്ടിട്ട് റൈസ് കുക്കറിലേക്ക് ഇറക്കി വെക്കുകയാണ്. അപ്പോൾ നമ്മൾ അരി അരച്ച് വെച്ചു. നാളെ രാവിലേക്കുള്ള ദോശമാവിനുള്ള അരിയൊക്കെ അരച്ച് വെച്ചു. മീൻകറി ഒന്നും കൂടെ കറി ഒന്ന് വറ്റി വരട്ടെ എന്ന് വിചാരിച്ചിട്ട് വെച്ചതാണ് കേട്ടോ.
അപ്പോൾ അങ്ങനെ മീൻകറിയൊക്കെ ആയി, ചോറ് റൈസ് കുക്കറിൽ ഇറക്കി വെച്ചു. ഇനിയിപ്പോൾ ഇതാ പാത്രങ്ങൾ കഴുകാനുണ്ട്. അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങൾ ഇതൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇനി പാത്രങ്ങളൊക്കെ കഴുകി ക്ലീൻ ചെയ്ത് വെക്കട്ടെ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ ബൈ ബൈ, സീ യു, താങ്ക്സ് ഫോർ വാച്ചിങ്.